ഓച്ചിറയിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ സുരേഷ് ഗോപി എം പി പോലീസ് അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കുത്തിയിരിപ്പ് സമരം തുടങ്ങി. പോലീസ് എത്തി നടപടികൾ വിശദീകരിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ശ്യാം തീരുന്നു. ശ്യാം, ഇപ്പോഴും സമരം തുടരുകയാണോ? പോലീസ് എത്തിയോ? എന്താണ് വിവരങ്ങൾ? കരുനാഗപ്പള്ളി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തുകയും കാര്യങ്ങൾ അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന കാര്യം സുരേഷ് ഗോപിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കും. പോലീസ് എന്ത് ഉറപ്പാണ് നൽകിയത് എന്ന കാര്യം വിശദീകരിക്കും. കാരണം പോലീസ് ഇതിൽ ആകെ 4 പ്രതികളുണ്ട്. റോഷൻ എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നേരത്തെ ഈ പെൺകുട്ടിയുടെ രാജസ്ഥാൻ സ്വദേശിയായ പെൺകുട്ടിയുടെ കുടുംബത്തെ ആക്രമിക്കുകയും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. ഇതിൽ റോഷൻ ഒഴികെയുള്ള ബാക്കി 3 പ്രതികളെയും പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ആദ്യം 2 പേരും കഴിഞ്ഞ രാത്രിയിൽ പ്യാരി എന്ന 3ാമത്തെ പ്രതിയുമാണ് അറസ്റ്റിലായത്. ഇവരെല്ലാവരും തന്നെ ഗുണ്ടാബന്ധമുള്ള ഓരോ അക്രമ സ്വഭാവമുള്ള ഓരോ ക്രിമിനൽ കേസുകളിലെ പ്രതികളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കണം, പോലീസ് വീട്ടിലെത്തി കാര്യങ്ങൾ നേരിട്ട് അന്വേഷിച്ച് നടപടിയെടുക്കണം എന്ന കാര്യമാണ് സുരേഷ് ഗോപി ഉയർത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുകയും സിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സുരേഷ് ഗോപി എം പി തൽക്കാലം സമരം അവസാനിപ്പിച്ചത്. നേരത്തെ അല്പസമയം മുമ്പ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. പ്രതിഷേധ മാർച്ച് DC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും പ്രതിഷേധങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നു. ഒപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സംഘങ്ങളാണ് ബംഗളൂരു കേന്ദ്രീകരിച്ച് ഈ മുഹമ്മദ് പ്രധാന പ്രതിയായ റോഷനും തട്ടിക്കൊണ്ടുപോകപ്പെട്ട പെൺകുട്ടിക്കും വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നത്. ഇവരിപ്പോഴും ബാംഗ്ലൂരിൽ ഇന്നലെ രാവിലെ മുതൽ ഈ തെരച്ചിൽ തുടരുകയാണ്. ശരി ശ്യാം. സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. രണ്ട് ദിവസമായിട്ട് 13-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാനില്ല. അതിനെ സംബന്ധിച്ച് ഞാനൊരു വ്രതത്തിലാണ്. പക്ഷെ ഈ പ്രദേശത്തുള്ള ആൾക്കാരടക്കം വിളിച്ച് ഇരുത്തിപ്പൊറപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് അന്വേഷിച്ച് വന്നാലും സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് വരാൻ മടിച്ചതാണ്. പക്ഷേ ഈ 2 ദിവസമായിട്ടും ഒരു ത്വരിത നടപടിയും കൈക്കൊണ്ടില്ല എന്നുള്ള വ്യാപകമായ പരാതിയെ തുടർന്ന് അതിനെക്കുറിച്ച് അറിയാനും വീട്ടുകാരടുത്ത് നേരിട്ട് അറിയണമല്ലോ എന്താ കാര്യങ്ങളാണ്. അപ്പോൾ വീട്ടുകാർ സംസാരിച്ചു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അതിൻ്റെ ഇളയ സഹോദരിയും സംസാരിച്ചു. വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉടമസ്ഥ സംസാരിച്ചു. നാട്ടുകാർ പലരും പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്ന് തോന്നിയത് 2 മാസം മുമ്പ് നടന്ന ഒരു സംഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്കിതിനെ കൂട്ടി വായിക്കാനേ പറ്റും. പക്ഷെ അത് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് കൂട്ടി വായിക്കാം. കാക്കിയെ നിയന്ത്രിക്കുന്ന ആൾക്കാർക്കും അത് കൂട്ടി വായിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് വലിയ വീഴ്ചയാണ്. അപ്പം അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അറിയാൻ ചോദിച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ആരെങ്കിലും അയക്കാൻ പറഞ്ഞപ്പോൾ ആ വന്ന ഉദ്യോഗസ്ഥൻ ഇലക്ഷൻ പ്രമാണിച്ച് ട്രാൻസ്ഫറിൽ വന്നിരിക്കുന്ന ഈ വിഷയം അറിഞ്ഞുകൂടാത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അറിയുന്ന ആരെങ്കിലും വന്ന് അതിൻ്റെ കാര്യവിവരങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. അതല്ലെങ്കിൽ പിന്നെ കളക്ടറോ ആരാന്ന് വെച്ചാൽ വന്നത്. പബ്ലിക്കായിട്ട് പുറത്തേക്ക് വരാത്തത് അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയമല്ലേ, അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് പുറത്തേക്ക് വരാത്തത്. ഇതിനെ സംബന്ധിച്ച് ഈ ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത് വളരാനും പാടില്ല. കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. വീഴ്ചകൾ സംഭവിച്ചിരുന്നുവെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ മുഴുവൻ വരുത്തി എന്താണ് അതിന് നടപടിയെടുക്കാൻ പോകുന്നതെന്നുള്ളതും കൃത്യമായി അറിയിക്കണം. എല്ലാ വിഷയത്തിനും തെക്കോട്ടും വടക്കോട്ടും ഒക്കെ അല്ലേ നോക്കിയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ കണ്ണിന്റെ കീഴിലാണ്, നമ്മുടെ മൂക്കിന്റെ കീഴിലാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയിക്കട്ടെ. അത് വന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തണം. എന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ പ്രദേശത്തുള്ളവരെ മുഴുവൻ ബോധ്യപ്പെടുത്തലാവണം. അത്
അടുത്ത നടപടികൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് അന്വേഷണം ഒരു കാരണത്തിലും കൃത്യതയല്ല എന്നാണ് വീട്ടുകാർ പറയുന്നതും. ഇപ്പം എന്നെപ്പോലെ കുറച്ച് ആൾക്കാർ വന്നത് കൊണ്ട് അതിനൊരു ആക്ഷൻ ഉണ്ടാകുമെങ്കിൽ അത് അച്ഛനും അമ്മയ്ക്കും സാന്ത്വനമാകും. അത് ആക്ഷൻ ഉണ്ടായേ പറ്റും. ആക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വാക്ക് തന്നിട്ട് പോയിട്ട് കാര്യം. അപ്പം അവർക്കൊരു ധൈര്യം വരുന്ന രീതിയിൽ അന്യദേശക്കാരാണ് അല്ലേ? അതെ, അത് ഈ പ്രദേശത്തെ ജനത തന്നെ കൊടുക്കണം. അതിനുള്ള അത് ജനപ്രതിനിധികൾ നൽകണം. ഉച്ചിറയിൽ കാണാതായ പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്നതുവരെ അദ്ദേഹം അവിടെ തുടരും എന്നാണ് പറയുന്നത്.